ഇട്ടു. എന്റെ അകത്ത് കയറി തൊഴാത്തെ? പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കിഴക്കുംപാട്ട്. അത് ശരി. കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ ഇരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യക്ക് തൃപ്പടിമേലെ ആരോ പണം വെച്ചിരുന്നു. പൂപ്പഴം വിരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയൂ. അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ഒരു ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെ വീട്? ഞാൻ ഷാരത്തിയാണ്. അടുത്ത ആഴ്ച എത്തും. ആ, കുട്ടി നടന്നോളൂ. ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരുന്നേ? മാളുകുട്ടിയമ്മയുടെ മകൻ. അറിയില്ല. ഈറം മാറാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്. ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയായാലും ഈ തറവാട്ടിലല്ലേ. രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചിരിയിൽ നോക്കി കുത്തിയിരിക്കും. ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാച്ച ഞാൻ വെറുതെ പോയതാ മാളുകെടുത്തിയെ. കിഴക്കെ വേലി പൊളിഞ്ഞു കിടക്കുക. അത് നീർത്ത അച്ഛന്മാരൊന്ന് സഹായിക്കൂ. ചായ ഒക്കെ ഞാൻ തരാം. ഞാൻ ചായ കുടിക്കാനല്ല വന്നത്. അതുകൊണ്ടാ പറഞ്ഞതൊന്ന് സഹായിക്കാൻ. എന്താ വെയില അച്ഛന്മാര്, നല്ല വെയിലോട് നോക്കാൻ വയ്യ. ഓയ്യോ അമ്മേ. എന്റെ അമ്പാൻ എണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം. പതുക്കെ പതുക്കെ ശരീരം അനങ്ങാതെ. എനിക്ക് വെയിലുള്ള വിധമൊന്നുമില്ല കേട്ടോ. എന്താ തല നീക്കാളൂ. പാവം. അമ്മ ചായ പലഹാരം ഉണ്ടാക്കണോ? നമ്മള് മാത്രല്ലേ ഉള്ളൂ. ചായ മതി. നേരത്തെ ഊണി ഏർപ്പാടാക്കിക്കോ. നേരെ ഉച്ചയായി. എന്നിട്ട് മുറ്റടിക്കാൻ കാലിയുടെ എഴുന്നള്ളത്ത് കാണുന്നില്ലല്ലോ. ആ ഇന്നാടി. അല്ല, ഇത് കമ്പ് താഴാനാണോ അതോ പൊങ്ങാനാണോ? എന്താ ചോദിക്കും, എനിക്ക് വയ്യ. ഇതൊരു ചതിയോട്ടോ അച്ഛനരെ. എന്റെ കൈ ബാക്കിയുണ്ടാവോ അച്ഛനരെ? ആ താഴെ വെറുതെ നിൽക്കണ്ട, ഞാനിത് അടിച്ച് താഴ്ത്തിക്കൊള്ളാം. ആ കമ്പെല്ലാം ഒന്ന് വെട്ട്. നിർത്ത ഇതൊന്നും എടുക്കട്ടെ. ഓ, അതിനത് നിർത്തണം. ആ അച്ഛനരെ ഞാനേ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഇപ്പൊ വരാം. മൂത്രമൊഴിക്കാൻ മുട്ടും, എനിക്കറിയാം. ജോലി ക്ഷീണിച്ചതല്ലേ. അപ്പോഴാ മാവി കറന്നിട്ട് വയ്യതാ. ഞാൻ ചെയ്തോളാം.